ഇപ്പോൾ ലോകവ്യാപകമായി ഇന്ത്യക്കാർ കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ ആ പ്രതിഷേധമുണ്ട്. അതിനിടെ ലണ്ടനിൽ ഇന്ത്യൻ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാന്റെ പ്രകോപനം. പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രതിഷേധിച്ച ഇന്ത്യക്കാരുടെ കഴുത്തുവെട്ടുമെന്ന് അവിടുത്തെ ഡിഫൻസ് അറ്റാഷെ ആംഗ്യം കാണിച്ചു. ബാലാക്കോട്ട് വ്യോമാക്രമണ സമയത്ത് പാക് പിടിയിലായ അഭിനന്ദൻ വർത്തമാന്റെ ചിത്രം ഉയർത്തിയാണ് കേണൽ തൈമൂർ റഹ്മാന്റെ ഈ പ്രകോപനം. ബസന്ത് വിവരങ്ങൾ വേണ്ടി ബസന്ത്, ഇത്തരത്തിലുള്ള പ്രകോപനമൊക്കെ വേണമെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ഇതിന്റെയൊക്കെ തിരിച്ചടികളെന്ന് പാകിസ്ഥാന് നല്ലപോലെ അറിയാവുന്നതുമാണ്. പിടിച്ചു നിൽക്കാൻ പലതും കാണിച്ചു കൂട്ടുന്നു അല്ലേ? ദിവിഷ്, കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പാക് ഹൈക്കമ്മീഷന് മുന്നിൽ ഇന്ത്യൻ പൗരത്വമുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പ്രതിഷേധിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ ഒരു പ്രതിഷേധം സൂചകമായിട്ടായിരുന്നു വലിയ തോതിൽ ഇന്ത്യൻ പൗരന്മാർ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഇവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ പൗരന്മാരും അവിടെ പ്രവർത്തിച്ചത്. പാക് ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെ അല്ലെങ്കിൽ ആർമി നേവി എയർഫോഴ്സ് അറ്റാഷെ കൂടിയായ കേണൽ തൈമൂർ റഹ്മാൻ കഴുത്ത് വെട്ടും എന്നുള്ളൊരു ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യൻ പ്രതിഷേധക്കാരെ നേരിട്ടത്. മാത്രമല്ല, ബാലാക്കോട്ട് വ്യോമാക്രമണ സമയത്ത് പാക് പിടിയിലായ ഇന്ത്യയുടെ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ കൂടിയായിരുന്ന അഭിനന്ദൻ വർത്തമൻ്റെ ചിത്രം മുന്നോട്ട് വെച്ചാണ്, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തൈമൂർ റഹ്മാൻ്റെ ഈ പരാക്രമം, അതായത് ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടുമെന്ന ആംഗ്യത്തിലൂടെയാണ് കേണൽ കാണിച്ചു കൊണ്ടിരുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് സംഘർഷം ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ ഒഴിവാക്കിയത്.